സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ വന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മെസ്സേജ്, നമ്മളിപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുന്നു. ഓരോ ആളുകളുടെ ജീവിതത്തിലും നമുക്കറിയാവുന്ന ആളുകൾ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളിൽ അല്ലെ അസുഖ നിമിത്തമോ മരണപ്പെടുന്നു. നമുക്കിപ്പോൾ അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരാണ് ആരെങ്കിലും. പക്ഷേ നമ്മൾ എന്താണ് കാണിക്കുന്നത്? നമ്മൾ മരിക്കുന്ന ദിവസം ബോഡി കൊണ്ടുവരുന്നു എന്നും പറഞ്ഞ് കുറേ പോസ്റ്ററുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ വരുന്നു. രാവിലെ എപ്പം ബോഡി വന്നു എന്ന് തിരക്കി പിടിച്ച് ആളുകൾ ഓടിച്ചെന്ന് ആ ബോഡി കാണുന്നു. നമ്മളൊരു വഴിപാട് പോലെയോ കർമ്മം പോലെയോ കണ്ടു തിരിച്ചു വരുന്നു. കുറച്ച് കാര്യങ്ങൾ കഥകൾ പറയുന്നു. ഒരാഴ്ച കഴിയുന്നു, 2 ആഴ്ച കഴിയുന്നു, 3, എല്ലാം മറന്നു. ആ കേസ് അവിടെ ക്ലോസ് ആക്കുന്നു. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ? അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറക്കാൻ കഴിവുള്ള ജീവി മനുഷ്യനായതുകൊണ്ട് മനുഷ്യൻ വീണ്ടും അതെല്ലാം മറക്കുന്നു. പക്ഷേ ആ വീടുകളിൽ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ച ആ വീടുകളിലെ അവസ്ഥ, അവർക്കത് പെട്ടെന്നൊന്നും അങ്ങനെ മറന്നു പോകാൻ പറ്റില്ല. അവർക്ക് വേണ്ട അത്രയ്ക്ക് ഹൃദയം ചേർത്ത് നിർത്താൻ പറ്റിയൊരു വ്യക്തിയാകുമ്പോൾ ആ ഒരു വേദന അവരിൽ വീണ്ടും പൊട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഈശ്വരൻ എന്ന് പറയുന്ന ആ ശക്തിയോട് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന കൂടെ മറ്റുള്ളവർക്കും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈശ്വര, എൻ്റെ മുന്നിൽ ഇതൊന്നും കാണാനുള്ള കരുത്ത് എനിക്ക് തരരുത്. അതായത് നമുക്കിതൊന്നും കാണാനും കേൾക്കാനും കഴിയാതിരിക്കട്ടെ ഈശ്വര എന്നാണ് നമ്മൾ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഗീതാ പുസ്തകങ്ങൾ ഒരു നേരം ആരെങ്കിലും ഒന്ന് വായിച്ചു നോക്കും. ഭഗവത്ഗീത, ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് ഈ ഭൂമിയിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം നമ്മളെന്തിന് മനുഷ്യ ജീവിതമായിട്ട് തന്നെ ജീവിച്ചല്ലോ എന്ന് തന്നെ ചിലപ്പം തോന്നിപ്പോൾ കരുത്താർജിച്ച് ജീവിക്കുമെങ്കിലും ഓരോ ആളുകളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗദുരിതങ്ങളും എല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഈ പണമുണ്ടാക്കാനായിട്ട്, അതായത് സാമ്പത്തികത്തിൻ്റെ മേൽക്കുമേലുള്ള ആളുകളും പണമുണ്ടാക്കാൻ വീണ്ടും ഇറങ്ങി ഓടുന്നു. പണങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നു. ആർക്കു വേണ്ടി? അടുത്ത തലമുറയ്ക്ക്. ശരിയാണ്, നമ്മുടെ മക്കൾക്ക് ഒരളവിലുള്ള പണമേ നമ്മൾ സൂക്ഷിക്കാറുള്ളൂ. ബാക്കി ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന ആളുകളിലേക്ക് ലേശമെങ്കിലും നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്ന ആരിലൂടെയാണ്? നമ്മളുടെ മക്കളിലൂടെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളെ ഒരാളെ സഹായിക്കുമ്പോൾ ഒരു നിരവധി ആളുകൾ നമ്മളെ സഹായിക്കാനായിട്ട് രംഗത്തിറങ്ങുമെന്ന് ഞാൻ ഉറപ്പ് പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായിക്കാൻ ശേഷിയുണ്ട്. നിങ്ങളിങ്ങനെ ദുഃഖങ്ങളും അച്ഛനും അമ്മയും ഇല്ലാതെ അനുഭവിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ വിഷമിക്കുന്ന ആളുകൾക്കോ ഒരു നേരത്തെ ഒരു അന്നമെങ്കിലും നിങ്ങൾ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം തന്നെ.